ഇന്നലത്തെ ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് കണ്ടവർക്കറിയാം എന്തൊക്കെ സംഭവവികാസങ്ങളാണ് നടന്നതെന്നൊക്കെ. എന്തൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിനകത്ത് നമ്മൾ എല്ലാവരും നിർത്തിപ്പൊരിക്കുന്നത് കരുതിയെങ്കിലും ലാലേട്ടൻ പോലും അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്ത് വന്നവരെ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു. അതേസമയം ലാലേട്ടൻ ചില സമയത്ത് പറയേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഹൗസിലുള്ള മറ്റംഗങ്ങളോട് ചോദിച്ചപ്പോൾ നമ്മുടെ അനീഷ് അത് കറക്റ്റ് പറയേണ്ട പോയിന്റ് മാത്രം പുള്ളി പറയുന്ന ഒരു കാഴ്ച ഇന്നലത്തെ ആ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ട്. കാരണം പുള്ളി അവിടെ നിന്ന് പുള്ളിയോട് ചോദിക്കുന്നുണ്ട് അനീഷിന് എങ്ങനെ തോന്നിയെന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ലാലേട്ടനോട് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരാളെ നിരന്തരമായിട്ട് ശല്യപ്പെടുത്തുന്ന പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ശല്യപ്പെടുത്തുക മാത്രമല്ല, അയാൾ പോകുമ്പോൾ പാട്ട് പാടുക, പുറകെ നടന്ന് ശല്യപ്പെടുത്തുക, അയാളുടെ സാധനങ്ങൾ മാത്രം എടുക്കുക, അങ്ങനെ ഒരു ഗ്യാങ് ചേർന്ന് ഒരാളെ മാത്രം അറ്റാക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തകർന്നു പോകുന്ന നമ്മുടെ അനീഷ് മാത്രം അനുമോളെ സപ്പോർട്ട് ചെയ്ത് പറയേണ്ട കാര്യങ്ങൾ അവിടെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ലാലേട്ടൻ പറയേണ്ട ഒരു കാര്യമായിരുന്നു അത് ആദ്യം അനീഷ് പറഞ്ഞതിന് ശേഷമാണ് ആ ഒരു ഹൗസിലുള്ളവർക്ക് തന്നെ മനസ്സിലായതും അല്ലെങ്കിൽ ലാലേട്ടന് തന്നെ മനസ്സിലായത്. അതുപോലെ തന്നെ ആര്യൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അനീഷ് തന്നെ പറയുന്നുണ്ട് ഈ ഒരു ഹൗസിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പ്രചരിപ്പിക്കുന്ന ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആര്യം മാത്രമാണ്. ആര്യൻ അവിടെ വന്നതിന് ശേഷം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും ആ ഹൗസിന് വേണ്ടി ഇട്ടിട്ടില്ല. ഫുള്ള് നെഗറ്റീവ് മാത്രം അവിടെ പുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കറക്റ്റായിട്ടുള്ള കാര്യം അനീഷ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് അനീഷ് പറഞ്ഞ പോയിന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം മനസ്സിലാക്കി ഗെയിം കളിക്കുക എന്നുള്ളൊരു സെറ്റപ്പ് ഇപ്പോഴും മനസ്സിലായിട്ട് അനീഷ് നമ്മുടെ ആര്യൻ നേരെ ഓപ്പോസിറ്റാണ്. അതായത് ചിരിക്കേണ്ട സമയത്ത് കരയേണ്ട സമയത്ത് ചിരിക്കുക, ദേഷ്യപ്പെടേണ്ട സമയത്ത് സങ്കടപ്പെടുക, അങ്ങനെ പുള്ളി എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ആര്യനെ എല്ലാവരും തന്നെ വെറുത്തു തുടങ്ങി. ഹൗസിനകത്തുള്ള ഒരു ഗ്യാങ്ങും അതോടൊപ്പം തന്നെ പുറത്തുള്ള ഒരു 90% പ്രേക്ഷകർക്കും ആ ഗ്യാങ്ങിനെ ആര്യനെ തന്നെ ഇഷ്ടപ്പെടാത്തൊരു കാഴ്ചയിലോട്ടാണ് ഇപ്പോൾ കാണുന്നത്. എന്തൊക്കെയാണ് ലാലേട്ടൻ തന്നെ ആര്യന് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഈ ഒരു ചിന്താഗതികളെല്ലാം ആര്യൻ്റെ മാറ്റിയില്ലെങ്കിൽ ആര്യന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകുന്നത്. ഓൾറെഡി ഈ ആഴ്ച വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ നമ്മൾ തന്നെ കണ്ടാണ് ആര്യനായിരുന്നു എവിക്റ്റായി പുറത്ത് പോകേണ്ടത്. പക്ഷേ ആര്യനെ സേവ് ആക്കാൻ വേണ്ടിയാണ് ലാലേട്ടൻ ഇവിടെ ഇല്ല. അതുമാത്രമല്ല വീക്കെൻഡ് എപ്പിസോഡാണെങ്കിൽ പോലും ലാലേട്ടന് വേണമെങ്കിൽ ആര്യനെ എടുത്ത് കളയാവുന്നേ ഉള്ളൂ. കാരണം കണ്ടന്റ് ആകെ ഇപ്പോൾ വരുന്നത് അനുമോളുടെ പേരിലാണ് ഈ ഒരു പ്രശ്നങ്ങൾ മൊത്തം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര്യനെ പുറത്ത് കിടന്ന് ഇപ്പോൾ അതൊന്ന് അത്ര ആ ഒരു എന്താ പറയുക TRP ലെവൽ ഉയരുകയായിരുന്നു കണ്ടുകൊണ്ട് മാത്രം ഈ ആഴ്ച കൂടെ അവിടെ നിർത്തിയിരിക്കുന്നതാണ്. എന്തൊക്കെയാണ് ആര്യന് പറയേണ്ട കാര്യങ്ങൾ ആര്യന് അത് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടുതന്നെ അറിയാം വരും എപ്പിസോഡുകളിൽ ആരായിരിക്കും മികച്ചു നിൽക്കാൻ പോകുന്നതെന്നൊക്കെ. എന്തൊക്കെയാണ് ഷാനവാസ്, അനുമോൾ, ആതിര, നൂറ തുടങ്ങിയവരൊക്കെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കയ്യടികൾ നേടുന്നത്. എന്തൊക്കെയാണ് കാത്തിരിക്കാം വരും മണിക്കൂറുള്ള എപ്പിസോഡുകൾക്കായിട്ടൊക്കെ. അപ്പം ബിഗ് ബോസ് സീസൺ 7 നിങ്ങളുടെ ഇഷ്ടം മത്സരാർത്ഥി ആരാണ് കമൻറ്റ് ബോക്സിൽ നോക്കുക. വരും മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.